നമസ്കാരം. ടാസ്ക് 2 സ്ട്രെയിറ്റ് ലൈൻ ആർക്കുമായി ജോയിൻ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഈ സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് സെഷൻ ആരംഭിക്കാം. ഈ സെഷന്റെ ലക്ഷ്യങ്ങൾ നോക്കാം. ഈ സെഷൻ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് താഴെ പറയുന്നവ ചെയ്യാനാവും. മെറ്റാലിക് സർഫേസുകളിൽ മാർക്കിംഗ് ബ്ലോക്ക് ഉപയോഗിച്ച് ലൈനുകൾ മാർക്ക് ചെയ്യാം. സ്ക്രൈബർ ഉപയോഗിച്ച് ലൈനുകൾ മാർക്ക് ചെയ്യാം. ബിവൽ പ്രൊട്ടക്ടർ ഉപയോഗിച്ച് ആംഗിൾസ് മാർക്ക് ചെയ്യാം. ആംഗിളുകൾ ഡിവൈഡർ ഉപയോഗിച്ച് വിഭജിക്കാം. ഡിവൈഡർ, സ്ക്രൈബ് എന്നിവ ഉപയോഗിച്ച് സർക്കിൾസ്, ആർക്സ്, ടാൻജൻസ് എന്നിവ വരയ്ക്കാം. ഡോട്ട് പഞ്ച് ഉപയോഗിച്ച് പ്രൊഫൈലുകൾ രജിസ്റ്റർ ചെയ്യാം. ജോയിനിങ് സ്ട്രെയിറ്റ് ലൈൻ ടു എ ആർക്ക്. ടാസ്ക് 2 നടപടിക്രമങ്ങൾ നമുക്ക് പഠിക്കാം. ഈ എക്സർസൈസിന് ആവശ്യമായ ടൂളുകൾ താഴെ പറയുന്നവയാണ്: സ്റ്റീൽ റൂൾ, ട്രൈ സ്ക്വയർ, ഹാക്സോ ഫ്രെയിം വിത്ത് ബ്ലേഡ്, ഡിവൈഡർ, വെർനിയർ കാലിപ്പർ, മാർക്കിംഗ് മീഡിയ, ഡിഫറെൻറ്റ് ഗ്രേഡ്സ് ആൻഡ് സൈസസ് ഓഫ് ഫയൽസ്, സർഫേസ് ടേബിൾ, angle plate, vernier height gauge, dot punch and center punch, ball peen hammer, anvil, bevel protector, scriber. സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് ഷീറ്റ് മെറ്റൽ അതിൻ്റെ സൈസിനായി പരിശോധിക്കുക. ബർസ് നീക്കം ചെയ്യാൻ ബാസ്റ്റാർഡ് ഫയൽ ഉപയോഗിച്ച് എല്ലാ ഫേസുകളും ഫയൽ ചെയ്യുക. ഒരു ട്രൈ സ്ക്വയർ ഉപയോഗിച്ച് പാരലലിസം, പെർപെൻഡിക്കുലാരിറ്റി എന്നിവ ഉറപ്പാക്കുക. ഫേസ് എയിൽ മാർക്കിംഗ് മീഡിയ സെല്ലുലോസ് ലാക്കർ അപ്ലൈ ചെയ്യുക. ഒരു ആംഗിൾ പ്ലേറ്റിൻ്റെ സഹായത്തോടെ സർഫേസ് ടേബിളിൽ വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് ഡ്രോയിങ് അനുസരിച്ച് 75 mm ഇൻറ്റു 135 mm സൈസിലേക്ക് മാർക്ക് ചെയ്യുക. അധിക മെറ്റീരിയൽ ഹാക്സോ ചെയ്യുക. ബാസ്റ്റാർഡ്, സ്മൂത്ത് ഫയലുകൾ ഉപയോഗിച്ച് ബന്ധപ്പെട്ട സൈസിലേക്ക് ഫയൽ ചെയ്ത് ഫിനിഷ് ചെയ്യുക. ഒരു ട്രൈ സ്ക്വയർ ഉപയോഗിച്ച് പാരലലിസം, പെർപെൻഡിക്കുലാരിറ്റി എന്നിവ ഉറപ്പാക്കുക. വെർനിയർ കാലിപ്പർ ഉപയോഗിച്ച് അളവുകൾ പരിശോധിക്കുക. സർഫേസ് ടേബിൾ ഓയിൽ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക. ആംഗിൾ പ്ലേറ്റ്, വെർനിയർ ഹൈറ്റ് ഗേജ്, ബിവൽ പ്രൊട്ടക്ടർ എന്നിവ ക്ലീൻ ചെയ്ത് അവ സർഫേസ് ടേബിളിന് മുകളിൽ വയ്ക്കുക. ഫേസ് എയിൽ മാർക്കിംഗ് മീഡിയ അപ്ലൈ ചെയ്യുക. ജോബ് ഒരു മാർക്കിംഗ് ടേബിളിൽ വെച്ച് ആംഗിൾ പ്ലേറ്റ് ഉപയോഗിച്ച് അതിനെ സപ്പോർട്ട് ചെയ്യുക. വെർനിയർ ഹൈറ്റ് ഗേജും ഒരു ആംഗിൾ പ്ലേറ്റും ഉപയോഗിച്ച് 5 mm, 65 mm, 70 mm, 74 mm, 90 mm അകലങ്ങളിൽ ബി ഫേസിൽ നിന്ന് ലൈനുകൾ വരയ്ക്കുക. വെർനിയർ ഹൈറ്റ് ഗേജും ഒരു ആംഗിൾ പ്ലേറ്റും ഉപയോഗിച്ച് ബി ഫേസിൽ നിന്ന് 104 mm, 107 mm, 117 mm, 120 mm, 130 mm അകലങ്ങളിൽ ലൈനുകൾ വരയ്ക്കുക. വെർനിയർ ഹൈറ്റ് ഗേജും ആംഗിൾ പ്ലേറ്റും ഉപയോഗിച്ച് ഫേസ് ഇയിൽ നിന്ന് 5 mm, 8 mm, 15 mm, 20 mm അകലത്തിൽ ഒരു ലൈൻ വരയ്ക്കുക. വെർനിയർ ഹൈറ്റ് ഗേജും ഒരു ആംഗിൾ പ്ലേറ്റും ഉപയോഗിച്ച് ഈ ഫേസിൽ നിന്ന് 23 mm, 32 mm, 40 mm, 70 mm, 75 mm അകലങ്ങളിൽ ലൈനുകൾ വരയ്ക്കുക. ആവശ്യമായ പ്രൊഫൈൽ സൃഷ്ടിക്കാൻ ഈ പോയിന്റുകളെല്ലാം പരിശോധിക്കുക. സ്റ്റീൽ റൂളും സ്ക്രൈബറും ഉപയോഗിച്ച് ഡ്രോയിങ് അനുസരിച്ച് പോയിന്റ് എ മുതൽ
പോയിന്റ് ബി വരെ ലൈൻ വരയ്ക്കുക. പോയിന്റ് സി ലഭിക്കാൻ ബിവെൽ പ്രൊട്ടക്ടറും സ്ക്രൈബറും ഉപയോഗിച്ച് പോയിന്റ് എ മുതൽ 10 ഡിഗ്രി എ ബി രേഖ വരെ വരയ്ക്കുക. പോയിന്റ് ഡിയിൽ നിന്ന് ബിവെൽ പ്രൊട്ടക്ടറും സ്ക്രൈബറും ഉപയോഗിച്ച് പോയിന്റ് സി മീറ്റ് ചെയ്യുന്നതിന് 45 ഡിഗ്രിയിൽ ഒരു ലൈൻ വരയ്ക്കുക. പോയിന്റ് ഇ ലഭിക്കുന്നതിന് പോയിന്റ് ഡിയിൽ നിന്ന് ബിവെൽ പ്രൊട്ടക്ടറും സ്ക്രൈബറും ഉപയോഗിച്ച് 55 ഡിഗ്രി ആംഗിളിൽ ഒരു ലൈൻ വരയ്ക്കുക. സ്റ്റീൽ റൂളും സ്ക്രൈബറും ഉപയോഗിച്ച് പോയിന്റ് എഫ് മുതൽ പോയിന്റ് ജി വരെ ഒരു ലൈൻ വരയ്ക്കുക. സർക്കിൾ സെൻറ്റർ എച്ചിൽ നിന്ന് ഒരു ഡിവൈഡറും സ്റ്റീൽ റൂളും ഉപയോഗിച്ച് 13 mm ഡയാമീറ്റർ ഉള്ള ഒരു സർക്കിൾ വരയ്ക്കുക. എച്ചിൽ നിന്ന് ഡ്രോയിങ് അനുസരിച്ച് ഒരു ഡിവൈഡർ ഉപയോഗിച്ച് 10 mm അകലമുള്ള ഒരു ആർക്ക് വരയ്ക്കുക. ബിവെൽ പ്രൊട്ടക്ടറും സ്ക്രൈബറും ഉപയോഗിച്ച് ആർക്കിനെ ടാൻജൻഷ്യലി മീറ്റ് ചെയ്യുന്ന രീതിയിൽ എഫ് പോയിന്റിൽ നിന്ന് എഫ് ജി ലൈനിലേക്ക് 19 ഡിഗ്രിയിൽ ഒരു ലൈൻ വരയ്ക്കുക. ഒരു ഡിവൈഡർ ഉപയോഗിച്ച് പോയിന്റ് ഐ കേന്ദ്രമാക്കി ഇ ഡി ലൈനിനെ ടാൻജൻഷ്യലി മീറ്റ് ചെയ്യുന്നതിനായി 15 mm അകലമുള്ള ഒരു ആർക്ക് വരയ്ക്കുക. പോയിന്റ് കെയിൽ നിന്ന് പോയിന്റ് ജെ ലഭിക്കുന്നതിന് ഒരു ഡിവൈഡർ ഉപയോഗിച്ച് ഒരു 15 mm ആർക്ക് വരയ്ക്കുക. അത് രണ്ടാമത്തെ R15 ആർക്കിൻ്റെ കേന്ദ്രമായിരിക്കും. പോയിന്റ് ജെയിൽ നിന്ന് ഡിവൈഡർ ഉപയോഗിച്ച് മുമ്പത്തെ R15 ആർക്ക് കട്ട് ചെയ്യുന്നതിന് രണ്ടാമത്തെ R15 ആർക്ക് വരയ്ക്കുക. പോയിന്റ് ബിക്ക് മുകളിൽ 12.5 mm ഇടതുവശത്ത് 4 mm അകലത്തിൽ R25 ആർക്ക് സെൻറ്റർ എൽ കണ്ടെത്തുക. ഡിവൈഡർ ഉപയോഗിച്ച് രണ്ട് R15 ആർക്ക് സ്പർശിക്കുന്ന വിധത്തിൽ എല്ലിൽ നിന്ന് ഒരു R25 ആർക്ക് വരയ്ക്കുക. ഡിവൈഡർ ഉപയോഗിച്ച് പോയിന്റ് ജി ബി എന്നിവ ബന്ധിപ്പിക്കാനുള്ള ഒരു ടെംപ്ലേറ്റ് ഉപയോഗിച്ച് ഒരു 130 mm ആർക്ക് വരയ്ക്കുക. പോയിന്റ് കെയിൽ നിന്ന് ബിവെൽ പ്രൊട്ടക്ടറും സ്ക്രൈബറും ഉപയോഗിച്ച് പോയിന്റ് എം ലഭിക്കുന്നതിന് 25 ഡിഗ്രിയിൽ ഒരു ലൈൻ വരയ്ക്കുക. പോയിന്റ് എമ്മിൽ നിന്ന് ഒരു ഡിവൈഡർ ഉപയോഗിച്ച് പോയിന്റ് എന്നിൽ R10 ആർക്ക് ബന്ധിപ്പിക്കുന്നതിന് ഒരു ലൈൻ വരയ്ക്കുക. ഡോട്ട് പഞ്ച്, ബാൽപീൻ ഹാമർ എന്നിവ ഉപയോഗിച്ച് ഒരു ആൻവിലിൽ പ്രൊഫൈൽ വിറ്റ്നസ് മാർക്ക് ചെയ്യുക. നമ്മൾ പഠിച്ചത് ഒന്നുകൂടി നോക്കാം. മെറ്റാലിക് സർഫേസുകളിൽ മാർക്കിംഗ് ബ്ലോക്ക് ഉപയോഗിച്ച് ലൈനുകൾ മാർക്ക് ചെയ്യുക. സ്ക്രൈബർ ഉപയോഗിച്ച് ലൈനുകൾ മാർക്ക് ചെയ്യുക. ബിവെൽ പ്രൊട്ടക്ടർ ഉപയോഗിച്ച് ആംഗിൾസ് മാർക്ക് ചെയ്യുക. ആംഗിളുകൾ ഡിവൈഡർ ഉപയോഗിച്ച് വിഭജിക്കുക. ഡിവൈഡർ, സ്ക്രൈബർ എന്നിവ ഉപയോഗിച്ച് സർക്കിളുകൾ, ആർക്കുകൾ, ടാൻജന്റുകൾ എന്നിവ മാർക്ക് ചെയ്യുക. ഡോട്ട് പഞ്ച് ഉപയോഗിച്ച് പ്രൊഫൈലുകൾ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് സ്ട്രെയിറ്റ് ലൈൻ ആർക്കുമായി ജോയിൻ ചെയ്യുന്നതിനെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് ആശയങ്ങളെല്ലാം വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.